So, good morning dear students. എൻ്റെ പേര് ശ്രീദേവ് എന്നാണ്. ഞാൻ മാ അക്കാഡമിയിലെ ബയോളജി ഫാക്കൽറ്റിയാണ്. ഇന്ന് നമ്മൾ ബയോളജിയിലെ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. നമ്മളെടുക്കുന്ന ചാപ്റ്റർ നിങ്ങളൊക്കെ ഡിഫിക്കൽട്ടാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ചാപ്റ്ററാണ്. +2-ലെ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ചാപ്റ്റർ ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത്? നിങ്ങൾക്കതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ബേസ് ഇല്ലാത്തതുകൊണ്ടാണ്. ശരിയല്ലേ? നമ്മൾ എന്ത് ഡിഫിക്കൽട്ട് എന്ന് പറയുന്നോ അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരിക്കും. അതെല്ലാ കാര്യവും അങ്ങനെയല്ലേ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നൊരു സാധനം കിടക്കുന്നത് നമ്മുടെ ജെനറ്റിക് മെറ്റീരിയലിലാണ്. അപ്പോൾ നമ്മുടെ ജെനറ്റിക് മെറ്റീരിയൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. ക്രോമസോം ആണോ, ക്രോമാറ്റിൻ ആണോ, DNA ആണോ, ജീനാണോ? ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങളോട് പറയണത് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ഹെറിഡിറ്ററിയുടെ മോളിക്കുലാർ ഫോമിനെ പറ്റിയാണ്. അതൊരു മോളിക്യൂളാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ മോളിക്കുലാർ ഇൻഹെറിറ്റൻസ് എന്താണെന്നോ ഇതിൽ DNA റിപ്ലിക്കേഷനോ ട്രാൻസ്ക്രിപ്ഷനോ ട്രാൻസ്ലേഷനോ ഇതൊന്നുമല്ല. നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ആദ്യം നിങ്ങൾ അറിയണം എന്താണ് ക്രോമാറ്റിൻ, എന്താണ് ക്രോമസോം, എന്താണ് DNA, എന്താണ് ജീൻ എന്നുള്ള കൺസെപ്റ്റ് അറിയണം. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ പ്യുവർലി നമ്മൾ നീറ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രീവിയസ് ആയിട്ട് ഈ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകൾ അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയ ക്വസ്റ്റ്യൻസ് വരും, ക്വസ്റ്റ്യൻസ് നമുക്കൊരു പക്ഷേ ഡിസ്കസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും ഞാൻ പറയാം ഇന്ന ഏരിയ അത്രയും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത ഏരിയ ആണെന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ സിമ്പിളായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എന്താണ് ക്രോമാറ്റിൻ. അപ്പോൾ ഈ ഒരു ഡയഗ്രാം നിങ്ങൾ നോക്കുക. ഇത് നിങ്ങൾ +1-ൽ സെൽ ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള സെല്ലിൻ്റെ സ്ട്രക്ചറാണ് അല്ലേ. അപ്പോൾ നമ്മളവിടെ പഠിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാ ഓർഗാനിസവും അല്ലേ, ഷീൽഡൻ ആൻഡ് ഷ്വാനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ട്. എല്ലാ ഓർഗാനിസവും സെല്ലുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു സെല്ല് നിങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു സെല്ലിൻ്റെ ചുറ്റും എന്തുണ്ട്, ഡബിൾ ലെയർഡ് ആയിട്ടുള്ള ഒരു പ്ലാസ്മ മെമ്പറൈൻ ഉണ്ട്. അതിനുള്ളിൽ നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ച് ഇൻറ്റേർണൽ ഓർഗനൽസ് ഉണ്ട്. ഇത് യൂക്യാരിയോട്ടിന് മാത്രമാണ് കേട്ടോ. പ്രോക്യാരിയോട്ടിന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഇൻറ്റേർണൽ ഓർഗനൽസ് ഒന്നും കാണാൻ പറ്റില്ല. ആ ഇൻറ്റേർണൽ ഓർഗനൽസിൽ ഏറ്റവും വൈറ്റലായിട്ടുള്ള നമ്മുടെ ഓർഗനലാണ് ആര്? ന്യൂക്ലിയസ്. പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ അന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിനുള്ളിലാണ് നമ്മുടെ ജെനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA കിടക്കുന്നത്. നമ്മൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു സെല്ലിനെ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. ആ സെല്ലിനെടുത്ത് ഞാൻ ഒന്ന് പൊളിച്ച് നോക്കുകയാണ് അല്ലേ. ഒന്ന് പൊളിച്ച് നോക്കിക്കഴിഞ്ഞിട്ട് അതിനുള്ളിൽ ന്യൂക്ലിയസ് കിടക്കുന്നു. ആ ന്യൂക്ലിയസിനെ ഞാൻ പതുക്കൊന്ന് പുറത്തേക്ക് എടുത്തു. ആ ന്യൂക്ലിയസിനുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ജെനറ്റിക് മെറ്റീരിയൽ കാണാം. എങ്ങനെയാണ് എൻ്റെ ജെനറ്റിക് മെറ്റീരിയൽ കാണുക? ഈ സെൽ ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫിൻ്റെ തൊട്ടടുത്ത ചാപ്റ്ററിൽ നമ്മളിങ്ങനെ ഒരു സ്ട്രക്ചർ പഠിക്കുന്നുണ്ട് അല്ലേ. സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷനിൽ ക്രോമസോമായിട്ടാണോ കാണുക? അല്ല. നമ്മുടെ ന്യൂക്ലിയസിനുള്ളിൽ ഒന്ന് ആലോചിച്ച് നോക്കിയ മക്കളെ, നിങ്ങളെവിടെയെങ്കിലും ഒന്ന് തട്ടി, ഇത് ടിഷ്യൂ ആണല്ലോ. ഇതിന് നമ്മൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നൊരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ദിസ് ഇസ് എ സ്ട്രൈറ്റഡ് അല്ലെങ്കിൽ കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പഠിച്ചിട്ടുണ്ട്. എപ്പിത്തീലിയം എന്ന് പറയുന്നത് എന്താ? സെല്ല് അഗ്രിഗേറ്റ് ചെയ്തിട്ടല്ലേ ടിഷ്യൂ ആയിട്ട് മാറുന്നത്. എപ്പിത്തീലിയം ഒരു ടിഷ്യൂ അല്ലേ. അപ്പോൾ നിങ്ങളിവിടെ ഒന്ന് കുത്തിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നിങ്ങളുടെ സെല്ലിനൊരു ഷോക്ക് സംഭവിക്കും. ഈ സെല്ലിനുള്ള ന്യൂക്ലിയസ് ഇല്ലേ, ഈ ന്യൂക്ലിയസിനുള്ളിൽ നമ്മുടെ ജെനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. ആ ഷോക്ക് അങ്ങോട്ടും എത്താൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ജെനറ്റിക് മെറ്റീരിയലിനെ നമ്മുടെ ന്യൂക്ലിയസിനുള്ളിൽ, ന്യൂക്ലിയസ് എന്ന് പറയുന്നത് തന്നെ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, പ്ലാസ്മ മെമ്പറൈൻ കഴിഞ്ഞ് ന്യൂക്ലിയസും കഴിഞ്ഞിട്ട് വേണം ഒരു ഷോക്ക് എവിടെ എത്താനായിട്ട്? ഈ ന്യൂക്ലിയസിനുള്ളിലേക്ക് എത്താനായിട്ട്. അവിടെയും നമുക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അതായത് അവിടെ നമ്മൾ ക്രോമസോം എന്നുള്ള ലെവലാണ് പറയുക. അതായത് നമ്മുടെ ജെനറ്റിക് മെറ്റീരിയലിനെ ഏറ്റവും ഹയർ ഓർഗനൈസേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രോമാറ്റിൻ എന്ന് വിളിക്കുന്നത്. നമ്മുടെ DNA ഉണ്ടല്ലോ മക്കളെ, വളരെ സിമ്പിളാണ്. അതായത് നമ്മുടെ ഒരു ക്രോമസോമിനെ ഒരു നമ്മൾ കടയിൽ നിന്ന് പൊറോട്ടയും ചപ്പാത്തിയൊക്കെ മേടിക്കാറില്ലേ, അത് വാങ്ങുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? വളരെ സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ. നമുക്കൊരു അലുമിനിയം ഫോയിലിൽ റാപ്പ് ചെയ്ത് കിട്ടും. അതേപോലെ നമ്മുടെ ക്രോമസോം ഒന്ന് റാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ. എന്ത് വെച്ചിട്ട്? ഹിസ്റ്റോൺ എന്ന് പറയുന്നൊരു പ്രോട്ടീൻ വെച്ചിട്ട്. അപ്പോൾ ഹിസ്റ്റോൺ എന്ന് പറയുന്നൊരു പ്രോട്ടീനെ പറ്റി പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അതായത് മോളിക്കുലാർ ഇൻഹെറിറ്റൻസിൻ്റെ അവസാനത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ എന്താ പറയുക? ഹിസ്റ്റോൺ എന്ന് പറയുന്നത് ക്രോമസോമിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പ്രോട്ടീനാണ്. അവിടെ നമ്മൾ DNA എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുന്നത്. ഒരു സ്ട്രക്ചറും നമുക്കതിൽ പഠിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ വരാം. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക.
നമ്മുടെ ക്രോമസോമിനെ ഹിസ്റ്റോൺ മോളിക്യൂളിൻ്റെ അസോസിയേഷനായിട്ട് കാണുവാണെങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്രോമാറ്റിൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ക്രോമസോം പ്ലസ് ഹിസ്റ്റോൺ മോളിക്യൂൾ. അപ്പോൾ നമ്മൾ അറിയേണ്ടത് എന്താണ് ഹിസ്റ്റോൺ മോളിക്യൂൾ എന്നുള്ളത്? ഹിസ്റ്റോൺ മോളിക്യൂൾ എന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള അമിനോ ആസിഡ് റിച്ച് ആയിട്ടുള്ള പ്രോട്ടീനാണ്. ലൈസിൻ, ആർജിനിൻ തുടങ്ങിയവ ബേസിക് അമിനോ ആസിഡാണ്. ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന +1 നമ്മൾ പഠിക്കുന്നുണ്ട്. കുറേ അമിനോ ആസിഡ് ഉണ്ട്, എസെൻഷ്യൽ ഉണ്ട്, നോൺ എസെൻഷ്യൽ ഉണ്ട്. അതിനൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് ഷോർട്ട് കട്ടുകളുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറയുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യം, ഇതിനെ എന്ത് ചെയ്യുകയാണ്? ഈ ഹിസ്റ്റോൺ മോളിക്യൂൾ ഇങ്ങനെ റാപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഹിസ്റ്റോൺ മോളിക്യൂൾ എത്ര ഉണ്ടെന്നൊരു ചോദ്യം വന്നാൽ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. H1, H2A, H2B, H3, H4, H5 ഇല്ല കേട്ടോ. H1, H2A എന്നുള്ളത് H2 എന്നുള്ളത് 2 ഫോമിലായിരിക്കുക, എയും ബിയും. ഇതിൽ H1 എന്നുള്ളത് ഒരു ലിങ്കർ മോളിക്യൂളാണ്. ഇയാളൊരു മേസ്തിരിയാണ്. മേസ്തിരി എന്ന് വെച്ചാൽ എന്താ? അയാൾ പണി നോക്കിയുള്ളൂ. അയാൾ എന്താ ചെയ്യുക? അയാൾ പറയും H2 DNA പോയിട്ട് ബൈൻഡ് ചെയ്യും, അല്ലെങ്കിൽ ക്രോമസോമിനെ പോയിട്ട് ബൈൻഡ് ചെയ്യും. H1 ക്രോമസോമിനെ, H3 ക്രോമസോമിനെ പോയിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ഒരു മോഡൽ നമ്മുടെ ബോഡിയിലുണ്ട്. അതിനെ നമ്മൾ ന്യൂക്ലിയോസോം മോഡൽ എന്നാണ് പറയുക. അത് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രോമാറ്റിൻ എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലായല്ലോ. നമ്മുടെ ന്യൂക്ലിയസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ക്രോമാറ്റിനെയാണ്. ക്രോമസോമിനെ ഹിസ്റ്റോൺ മോളിക്യൂൾ ആയിട്ടുള്ള അസംബ്ലിനെ എന്ന് വിളിക്കുക, നമ്മൾ ക്രോമാറ്റിൻ എന്ന് വിളിക്കുക. അപ്പോൾ ഈ ക്രോമസോമിൽ നിന്ന് ഈ ക്രോമാറ്റിനിൽ നിന്ന് ഹിസ്റ്റോൺ മോളിക്യൂൾ അയച്ചാൽ എന്താ ഉണ്ടാവുക? ക്രോമസോം. സിമ്പിൾ അല്ലേ? ഇനിയാണ് നമ്മുടെ അടുത്ത 2 ആൾക്കാർ വരുന്നത്. ഇത് നീറ്റ് പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹയർ ഓർഗനൈസേഷൻ, ഏറ്റവും ഹെറിഡിറ്ററി മെറ്റീരിയൽ എന്ന് വിളിക്കുന്നതിൻ്റെ ഏറ്റവും ഹയർ ഓർഗനൈസേഷൻ ക്രോമാറ്റിൻ ആണ്. ക്രോമാറ്റിൻ എന്ന് പറഞ്ഞാൽ മക്കളെ ക്രോമസോം പ്ലസ് ഹിസ്റ്റോൺ മോളിക്യൂൾ. അതിൽ നിന്ന് നമ്മൾ ഹിസ്റ്റോൺ മോളിക്യൂളിനെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉണ്ടാവുക? ക്രോമസോം ഉണ്ടാവും. ഇനി ഈ ക്രോമസോമിൻ്റെ, ശ്രദ്ധിക്കുക മക്കളെ, ഇതൊരു ക്രോമസോമാണ്. ഞാൻ വീണ്ടും ഒന്ന് വരയ്ക്കുകയാണ്. ഈ ക്രോമസോമിൻ്റെ ഓരോ പോർഷനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് DNA, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അതാണ് ഈ ക്രോമസോമിൽ. അപ്പോൾ ഒരു ക്രോമസോം എടുക്കുകയാണെങ്കിൽ നോക്കി, ഈ ഒരു പീസിലൊരു DNA, ഇതൊരു DNA, ഇതൊരു DNA. അങ്ങനെ നമ്മൾ ക്രോമസോം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ ഇഷ്ടം പോലെ DNA ഉണ്ടാവും, ഇഷ്ടം പോലെ DNA ഉണ്ടാവും. അപ്പോൾ ക്രോമാറ്റിൻ കഴിഞ്ഞു, ക്രോമസോം കഴിഞ്ഞു, DNA കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ അറിയേണ്ടത്? എന്താണ് നമ്മുടെ ജീൻ എന്നുള്ള കൺസെപ്റ്റ് അല്ലേ? DNA പ്രോട്ടീനായിട്ട് മാറാൻ കപ്പാസിറ്റി ഉള്ള ചില റീജിയൻസ് ഉണ്ട്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജീൻ. ഒന്നും കൂടി ഈ ഒരു മോളിക്കുലാർ ബയോളജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ദ പോർഷൻ ഓഫ് ദ DNA വിച്ച് ഈസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു എ പ്രോട്ടീൻ എന്ന് പറയേണ്ടി വരും. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ DNA പ്രോട്ടീൻ ആവുന്ന ഭാഗം എന്താണോ അതാണ് ജീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലിയർ ആണോ? ഇനി നിങ്ങളോട് ക്രോമസോം എന്താണെന്ന് ചോദിച്ചാൽ ഹെറിഡിറ്ററി മെറ്റീരിയൽ എന്ന് പറയരുത്. ക്രോമാറ്റിൻ എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും നമ്മൾ പറയുന്നൊരു ഡെഫിനേഷനാണ് ഹെറിഡിറ്ററി മെറ്റീരിയൽ. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഡെഫിനേഷൻ ഉണ്ട്. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷനിലെ മൈറ്റോസിസിലെ പ്രോഫേസ് പഠിക്കില്ലേ? അവിടെ നിങ്ങൾ പഠിക്കുന്നില്ലേ ഡീകണ്ടൻസേഷൻ ഓഫ് ദ ക്രോമസോം എന്ന് പഠിക്കില്ലേ? ആക്ച്വലി അവിടെ എന്താ നടക്കുന്നത് മക്കളെ? ഡീകണ്ടൻസേഷൻ ഓഫ് ദ ക്രോമാറ്റിൻ ആണ്. ക്രോമാറ്റിനിൽ നിന്ന് ഹിസ്റ്റോണിനെ അഴിക്കുമ്പോഴല്ലേ ക്രോമസോം വരുന്നത്. എന്നിട്ട് നിങ്ങൾ മെറ്റാഫേസിൽ എന്താ പറയുന്നത്? ഏറ്റവും നന്നായിട്ട് നമുക്ക് ക്രോമസോമിനെ കാണാൻ പറ്റുക മെറ്റാഫേസിലാണെന്ന് പറയുന്നില്ലേ? അതിൻ്റെ റീസണാണിത്. ഈ ഒരു കണക്ഷനാണ് നമുക്ക് നീറ്റിലോട്ട് വേണ്ടത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ മോളിക്കുലർ ബയോളജി, നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് സെൽ ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. അതിൽ നിന്ന് നമ്മൾ ഇടയ്ക്ക് ബയോമോളിക്യൂൾസിലേക്ക് പോയി അല്ലേ? ലൈസിൻ, ആർജിനിൻ എന്ന് പറയുന്നത് ഹിസ്റ്റോൺ മോളിക്യൂളിൽ കാണുന്ന ബേസിക് അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടേക്ക് പോയി? നമ്മൾ സിമ്പിളായിട്ട് ബയോമോളിക്യൂൾസിലേക്ക് പോയി. അവിടുന്ന് നമ്മൾ നേരെ എങ്ങടാ ചേടിയേ? സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷനിൽ നമ്മൾ പറഞ്ഞില്ലേ? അപ്പോൾ ഈ സെൽ ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫിലും സെൽ സൈക്കിളിലും നമ്മളോട് ക്രോമസോം എന്ന് പറയുന്ന ലെവലിൽ എന്താ നടക്കണമെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മളോട് പറയണത് ഈ ഒരു DNA എന്താണെന്നാണ് പറയുന്നത്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്താണെന്നാണ് പറയുന്നത്. ഇത് ക്ലിയർ ആണോ മക്കൾക്ക്? ആ ഒരു ഡയഗ്രാം അല്ലേ ഇവിടെ സാറ് കാണിച്ചിട്ടുള്ളത്? നിങ്ങൾ നോക്കിയേ, അതാ വളരെ സിമ്പിളാണ്. ന്യൂക്ലിയസ് ഉണ്ട്, ഇത് സെല്ലാണ്, സെല്ലിൽ ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിൽ ക്രോമസോം ഉണ്ട്. കണ്ടോ? ക്രോമസോമിൻ്റെ ഓരോ പോർഷനെ വിളിക്കുന്ന പേരല്ലേ DNA എന്ന് വിളിക്കുന്നത് അല്ലേ? ഇനി നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമുക്കിപ്പോൾ നമ്മളൊക്കെ ഒരു സയൻറ്റിസ്റ്റുകളാണ് കേട്ടോ, നമ്മളെല്ലാവരും സയൻറ്റിസ്റ്റുകളാണ്. ഇപ്പം നമ്മുടെ മുമ്പിൽ DNA എന്ന് പറഞ്ഞിട്ടൊരു സാധനം നമുക്കറിയില്ല നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ എന്താണെന്നുള്ളത് അല്ലേ? നമ്മൾ ഇതിന് മുമ്പിലത്തെ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. അവിടെയും നമ്മളോട് ഗ്രിഗർ ജെർവാൻ മെൻഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും
എന്താ പറയുന്നത്, വൺ ഓഫ് ദ ബെസ്റ്റ് സയൻറ്റിസ്റ്റ്. ഞാൻ അങ്ങനെയാണ് അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുക. ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ നിന്നും സയൻസിനെയും ബയോളജിനെയും ക്ലബ് ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ് ഗ്രിഗർ ജോവാൻ മെൻഡൽ എന്ന് പറയുന്നത്. ഞാൻ ഇതുവരെ കണ്ടതിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ പഠിച്ചതിൽ വൺ ഓഫ് ദ ജീനിയസ്റ്റ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റാണ് അദ്ദേഹം, ഗ്രിഗർ ജോവാൻ മെൻഡൽ. അദ്ദേഹത്തിന് അന്ന് ആൾക്കാർ ഭ്രാന്തൻ എന്നാണ് വിളിച്ചത്. എന്താ കാരണം എന്നറിയോ? അന്ന് സയൻസും മാത്സും രണ്ട് ധ്രുവങ്ങളിലാണ് നിന്നിരുന്നത്. ഒന്ന് നോർത്തിലാണെങ്കിൽ ഒന്ന് സൗത്തിലാണ്. ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹത്തിൻ്റെ ക്രോസിലൂടെ അദ്ദേഹം പറഞ്ഞു സയൻസും ബയോളജിയും ഒരുമിച്ച് ക്ലബ് ചെയ്യാൻ പറ്റും. ഇത് കേട്ടപ്പോൾ അന്നത്തെ സയൻസ് അതിട്ട് പറഞ്ഞേ ഇയാൾക്ക് പ്രാന്താണെന്നാണ് പറഞ്ഞത്. പക്ഷേ പിൽക്കാലത്ത് എന്താ ഉണ്ടായത്? ഇപ്പം നിങ്ങൾക്ക് സയൻസിലെ ഒരു എക്സ്പെരിമെൻറ്റ് പ്രൂവ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു യൂസ് മാത്തമാറ്റിക്സ് അല്ലേ? സയൻസ് എല്ലാം ഒന്നാണെന്നാണ് ഇതിൻ്റെ അർത്ഥം. ആ ഗ്രിഗർ ജോവാൻ മെൻഡലിന് പറയാൻ പറ്റാതെ പോയതും ഇതേ സാധനത്തിനെ പറ്റിയാണ്. അദ്ദേഹം അതിനെ ഫാക്ടേഴ്സ് എന്നാണ് വിളിച്ചത്. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ജീൻ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഇതേ ഒരു അവസ്ഥയാണ് നമ്മുടെ എവല്യൂഷൻ്റെ പിതാവ് എന്ന് നമ്മൾ വിശേഷിക്കപ്പെടുന്ന ചാൾസ് ഡാർവിനും സംഭവിച്ചത്. അദ്ദേഹം പറഞ്ഞു വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ട്. എന്താണത് വേരിയേഷൻ്റെ കാരണം? അദ്ദേഹത്തിനും മനസ്സിലായില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിനി യാത്ര ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്കറിയില്ല നമ്മുടെ DNA ഉണ്ടോ ഇല്ലയോ, അറിയില്ല. അപ്പോൾ എന്താണ് നമ്മുടെ ജെനറ്റിക് മെറ്റീരിയൽ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ആദ്യമായിട്ട് ഒരു ശ്രമം നടത്തിയത് ഫ്രെഡറിക് ഗ്രിഫിത്ത് എന്ന് പറഞ്ഞിട്ടൊരു സയൻറ്റിസ്റ്റാണ്. നീറ്റിൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളിൽ ഒന്നാണ് കേട്ടോ ഈ ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്. എത്രയോ തവണ ഇത് മാറ്റിയും മറിച്ചും ചോദിച്ചിട്ടുണ്ടെന്ന് അവർക്ക് പോലും അറിയണ്ടാവില്ല. ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്രെഡറിക് ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് വളരെ സിമ്പിളാണ് മക്കളെ. ആദ്യമായിട്ട് ജെനറ്റിക് മെറ്റീരിയൽ എന്താണെന്ന് അറിയാനായിട്ട് ഒരു ശ്രമം നടത്തിയത് ഗ്രിഫിത്ത് എന്ന് പറഞ്ഞിട്ടൊരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റ് അത് അറിയപ്പെടുന്നത് തന്നെ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്നാണ്. വളരെ സിമ്പിളാണ്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് അറിയുമോ? അദ്ദേഹം 2 ബാക്ടീരിയനെ എടുത്തു. 2 ബാക്ടീരിയയും ഒരേ ഫാമിലിയുള്ള ആൾക്കാരാണ് കേട്ടോ. ആ ബാക്ടീരിയയുടെ പേര് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്നായിരുന്നു അല്ലേ? ഈ ന്യൂമോണിയ എന്നുള്ളൊരു ഡിസീസേ ഇപ്പം നമുക്ക് ആനുകാലിക പ്രസക്തിയുള്ള ഡിസീസല്ലേ. കൊറോണ വൈറസും നമുക്ക് ന്യൂമോണിയ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ന്യൂമോണിയ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് കൊട്ടേഷൻ എടുത്തിട്ടുള്ള ഒരേ ഒരാളെ ഭൂമിയിലുള്ളൂ. അയാൾ ആരാന്നറിയോ? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയാണ്. സ്ട്രെപ്റ്റോകോക്കസ് എന്ന ജീനസിൽ പെടുന്ന ന്യൂമോണിയ എന്ന സ്പീഷീസ്. സ്ട്രെപ്റ്റോകോക്കസ് ജീനസിൽ പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ അല്ലാണ്ട് നമുക്ക് വേറെ ആര് ന്യൂമോണിയ ഉണ്ടാക്കിയാലും അതിനെ നമ്മൾ എന്താ വിളിക്കുകയെന്നറിയോ? എട്ടിപ്പിക്കൽ ന്യൂമോണിയ എന്ന് വിളിക്കുക. അത് ടിപ്പിക്കൽ അല്ലാത്ത ന്യൂമോണിയ. അപ്പോൾ ടിപ്പിക്കലായിട്ടുള്ള ന്യൂമോണിയ ആരാണ് ഉണ്ടാക്കുന്നത്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. ഇത് തന്നെയാണ് ഗ്രിഫിത്തും ടെസ്റ്റ് ചെയ്തത്. ഇദ്ദേഹം ഇതിൻ്റെ 2 സ്ട്രെയിനെടുത്തു. ഒരു സ്ട്രെയിനെ നമ്മൾ വിളിക്കുക എസ് സ്ട്രെയിൻ. എസ് സ്റ്റാൻഡ്സ് ഫോർ സ്മൂത്ത് ആണ് കേട്ടോ. അടുത്ത സ്ട്രെയിൻ ആർ സ്ട്രെയിൻ. ആർ സ്റ്റാൻഡ്സ് ഫോർ റഫ് സ്ട്രെയിൻ. ഒരേ ഒരു കാര്യം നിങ്ങളോട് മനസ്സിലാക്കിയാൽ മതി. എസ് സ്ട്രെയിനിന് ന്യൂമോണിയ കോസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആർ സ്ട്രെയിനോ ന്യൂമോണിയ കോസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. പിന്നെ അന്നത്തെയും ഇന്നത്തെയും നമ്മുടെയൊക്കെ എക്സ്പെരിമെൻ്റൽ എനിമൽ എന്ന് പറയുന്നത് ആദ്യം മൈസാണ്. ഇയാൾ എന്താ ചെയ്തത്? ഇയാളെന്നൊന്നും വിളിക്കാൻ പാടില്ല. ഗ്രിഫിത്ത് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് എന്താ ചെയ്തത്? അദ്ദേഹം എസ് സ്ട്രെയിൻ എടുത്ത് മൈസിനെ കുത്തിവെച്ചു. നമുക്കറിയാലോ ന്യൂമോണിയ ഒന്നും മൈസ് മരിച്ചുപോയി. ആർ സ്ട്രെയിൻ എടുത്ത് കുത്തിവെച്ചു. ഞാൻ ഓൾറെഡി പറഞ്ഞു ആർ സ്ട്രെയിനിന് ന്യൂമോണിയ കോസ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ല. അപ്പോൾ എന്താ ഉണ്ടാവുക? ആർ സ്ട്രെയിനെ കുത്തിവെച്ചപ്പോൾ മൈസ് മരിച്ചില്ല. രണ്ടാമത്തെ സയൻറ്റിസ്റ്റ് ആണല്ലോ, അപ്പോൾ അല്പം വട്ടൊക്കെ തലയ്ക്കുണ്ടാവുമല്ലോ. അദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ? എസ് സ്ട്രെയിനെ ഹീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് അറിയുന്നൊരു കാര്യമല്ലേ, 37 ഡിഗ്രിയുടെ കൂടുതൽ ടെമ്പറേച്ചറിൽ പോയി കഴിഞ്ഞാൽ ബാക്ടീരിയ ചത്തുപോകും. ബാക്ടീരിയയുടെ സെൽവാളൊക്കെ ബ്രേക്ക് ആവും. സെൽവാളിൽ പെപ്റ്റിഡോഗ്ലൈക്കാൻ ലെയർ ഉണ്ട്. നാഗ് ഇതൊക്കെ നീറ്റിൻ്റെ ഫേമസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിലൊക്കെ നമ്മളിനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. ശ്രദ്ധിക്കുക. അപ്പോൾ ഈ എസ് സ്ട്രെയിനെ ഹീറ്റ് ചെയ്തു. ബാക്ടീരിയ ഇപ്പോൾ ചാവുമല്ലോ സ്വാഭാവികമായിട്ടും. കുത്തിവെച്ചു, മൈസ് ചത്തില്ല. എന്നിട്ടും ഇദ്ദേഹത്തിൻ്റെ ഒരു ക്യൂരിയോസിറ്റി അവസാനിച്ചില്ല. ഇദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ? ഈ ഹീറ്റ് ചെയ്ത് മരിച്ചിട്ടുള്ള എസ് സ്ട്രെയിനിലേക്ക് ലൈവായിട്ടുള്ള ആർ സ്ട്രെയിനെ മിക്സ് ചെയ്യാണ്. എന്നിട്ട് കുത്തിവെക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിൽ എന്താണെന്നുള്ളതെന്നറിയോ? ആ എസ് സ്ട്രെയിൻ ഓൾറെഡി മരിച്ചുപോയി. ആർ സ്ട്രെയിനിന് ജീവുണ്ട്. പക്ഷേ ആർ സ്ട്രെയിൻ എന്ത് ചെയ്യില്ല? ഡിസീസ് കോസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലല്ലോ മക്കളെ. അപ്പോൾ ന്യൂമോണിയ വരില്ല, മൈസ് മരിച്ചു പോകുന്നതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് എന്താ ഉണ്ടായെന്നറിയോ? മൈസ് മരിച്ചുപോയി. ഇദ്ദേഹം ആകെ വണ്ടടിച്ചു. ഇതെന്താ ഉണ്ടായത്? ഇദ്ദേഹം പിന്നെയും ഇതേ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്തു. അപ്പോഴും മൈസ് മരിച്ചുപോയി. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ? ഈ മരിച്ച മൈസിൽ നിന്ന് ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഇദ്ദേഹത്തിന് ലൈവായിട്ടുള്ള എസ് സ്ട്രെയിനിനെ കാണാൻ പറ്റി. അതായത് ഹീറ്റ് കില്ല് ചെയ്തിട്ടുള്ള എസ് സ്ട്രെയിനെയും ലൈവായിട്ടുള്ള ആർ സ്ട്രെയിനെയും മിക്സ് ചെയ്തപ്പോൾ
ലൈവായിട്ടുള്ള എസ് ട്രെയിൻ വന്നു. അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ കാരണം എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റിയില്ല. അദ്ദേഹം പറഞ്ഞത് എന്തോ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. നമ്മൾക്കറിയാലോ ബാക്ടീരിയയിൽ നടക്കുന്ന ജീൻ ട്രാൻസ്ഫറിനെ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള പേരിലാണ് പറയുക. എന്തോ ഒരു സാധനം ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. അത് ആ ഡെഡായിട്ടുള്ള എസ് സ്ട്രെയിനെ ലൈവാക്കി മാറ്റുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്. ഇതിനെ പറയുന്ന പേരാണ് ഫ്രെഡറിക് ഗ്രിഫിത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സായിട്ട്, അതായത് എന്താണോ ഫ്രെഡറിക് ഗ്രിഫിത്ത് ചെയ്ത് നിർത്തിയെടുത്തുനിന്ന് തുടങ്ങാനായിട്ട് 3 സയൻറ്റിസ്റ്റ് വന്നു. അവേറി, മെക്ലോയിഡ് ആൻഡ് മെക്കാർത്തി എക്സ്പെരിമെൻ്റ് എന്നാണ് പറയുക. അതായത് ഫ്രെഡറിക് ഗ്രിഫിത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെൻറ്റിനെ ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷനായി പ്രൂവ് ചെയ്തത് ആരാ? ഇവരാണ്. വളരെ സിമ്പിളായിട്ട് എക്സ്പെരിമെൻ്റ് ആണ്. ഇവരെന്താ ചെയ്തെന്ന് അറിയാം മക്കളെ? ഹീറ്റ് കിൽ ചെയ്തിട്ടുള്ള എസ് സ്ട്രെയിൻ എടുത്തു. അതിൽ നിന്ന് അറിയാമല്ലോ ഒരു ബാക്ടീരിയയുടെ കൾച്ചറിൽ ഉണ്ടാവുക അതിനെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും, ലിപ്പിഡ് ഉണ്ടാവും, ന്യൂട്രിയൻസ് ഉണ്ടാവും. ഓഫ് കോഴ്സ് അതിൽ DNA RNA ഒക്കെ ഉണ്ടാവുമല്ലോ. കാരണം ബാക്ടീരിയയ്ക്കും ഒരു DNA ഉണ്ടാവണമല്ലോ. ബാക്ടീരിയയ്ക്കും RNA ഉണ്ടാവും, ബാക്ടീരിയയിലും പ്രോട്ടീൻ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് ഈ ഹീറ്റ് കിൽ ചെയ്തിട്ടുള്ള എസ് ട്രെയിൻ എടുത്തിട്ട് അതിൽ നിന്ന് ലിപ്പിഡിനെയും ഷുഗറിനെയും റിമൂവ് ചെയ്തു. നമുക്ക് എൻസൈം വെച്ച് അതിനൊക്കെ റിമൂവ് ചെയ്യാൻ മാറ്റാമല്ലോ. എന്നിട്ട് അതിനെ 3ആക്കി പാർട്ട് ചെയ്തു. 3ആക്കി പാർട്ട് ചെയ്തിട്ട് ഇവർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരെണ്ണത്തിലേക്ക് പ്രോട്ടീനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ആഡ് ചെയ്തു. അതായത് എയ്സ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രത്യേകത ഏതെങ്കിലും ഒരു സബ്സ്ട്രേറ്റിനെ ഇല്ലാണ്ടാക്കുന്ന എൻസൈമാണ് പ്രോട്ടീനേസ്. പ്രോട്ടീനേസ് എന്താ ചെയ്യുക? ഈ കൾച്ചറിൽ ബാക്കി എന്താ ഉള്ളത്? DNA, RNA, പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ. ലിപ്പിഡിനെയും ഷുഗറിനെ നമ്മളിവിടെ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഈ സാധനം ഇതിലെ പ്രോട്ടീനെ കംപ്ലീറ്റ് ഡീനാച്ചുർ ചെയ്യും, പ്രോട്ടീൻ ഇല്ലാണ്ടാക്കും. ബാക്കി എന്താ ഉണ്ടാവുക? DNA, RNA. ഇതിനെ അവർ 6ആയിട്ട് മിക്സ് ചെയ്തു, കുത്തിവെച്ചു, മൈസ് മരിച്ചു. കാരണം എന്താ? നമുക്ക് പറയാമല്ലോ DNA ഇതിലുണ്ട്, അതുകൊണ്ടാണ് മൈസ് മരിച്ചത്. രണ്ടാമത്തേൽ ഇവർ എന്താ ആഡ് ചെയ്തത്? RNAs ആഡ് ചെയ്തു. RNAs എയ്സ് ആണ്. RNA ഇല്ലാണ്ടാക്കുന്ന എൻസൈം ഏതാ? RNAs ആണ്. അപ്പോൾ എന്താ ഉണ്ടാവുക? RNA പോയി, പക്ഷേ DNAയും പ്രോട്ടീനും ഉണ്ട്. എസിനെ മിക്സ് ചെയ്തു, കുത്തിവെച്ചു, മൈസ് മരിച്ചു. അടുത്തതിൽ ഇവർക്ക് ഏകദേശം ഉറപ്പായി DNA തന്നെയാണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന്. എന്നാലും അത് പ്രൂവ് ചെയ്യണമല്ലോ. അപ്പോൾ എന്ത് ചെയ്തു? DNAസിനെ ആഡ് ചെയ്തു. DNAs എന്താ ചെയ്യുക? DNA ഇല്ലാണ്ടാക്കി. അപ്പോൾ ഇതിൽ ബാക്കി എന്താ ഉണ്ടാവുക? പ്രോട്ടീനും RNAയും. കുത്തിവെച്ചു, മൈസ് മരിച്ചു. സിമ്പിൾ. ഈ 2 എക്സ്പെരിമെൻറ്റിലും മൈസ് മരിക്കില്ല. അവസാനത്തേൽ മാത്രമാണ് മൈസ് മരിക്കുക. അവിടെ SL അപ്പിയർ ചെയ്യും. അതിൽ മൈസ് മരിക്കുന്ന കാര്യം നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്കത് പഠിക്കാൻ എളുപ്പത്തിന് നമുക്ക് ഇങ്ങനെ പഠിക്കാം. മൈസിനെ കുത്തിവയ്ക്കുക, മൈസ് മരിക്കുക. എന്തിനെങ്കിലും നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോഴാണല്ലോ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കുക. ശരിയാണോ മക്കളെ? അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് അവേറി, മെക്ലോയിഡ് ആൻഡ് മെക്കാർത്തി അതിൻ്റെ ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ചെയ്തത്. അപ്പോൾ ഏകദേശം നമുക്കൊരു ഉറപ്പ് കിട്ടി. DNA ആണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ, നമുക്ക് ഉറപ്പ് കിട്ടി. പക്ഷേ ഇപ്പോഴും നമുക്കൊരു ഫൈനൽ പ്രൂഫ് ആയിട്ടില്ല. DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് ഫൈനൽ പ്രൂഫ് കൊടുത്തത് നമ്മുടെ ഈ 2 ആൾക്കാരാണ്. ഹെർഷെ ആൻഡ് ചേസ് എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിന് മുമ്പ് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. DNAയുടെ സ്ട്രക്ചർ നമുക്കറിയാം. നമ്മൾ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന +1 ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഒരു പെൻഡോ ഷുഗർ ഉണ്ട്. ഈ കാണുന്നതാണ് പെൻഡോ ഷുഗർ. 5 കാർബണാറ്റമുള്ള ഷുഗറാണ് പെൻഡോ ഷുഗർ. ഒരു സൈഡിൽ നൈട്രജൻ ബേസ് ഉണ്ടാവും. ഈ നൈട്രജൻ ബേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്യൂരിൻസ് ആൻഡ് പിരമിഡിൻസ് എന്ന് വിളിക്കുന്നത്. എപ്പോൾ ചോദിച്ചാലും നിങ്ങൾക്ക് പ്യൂരിൻസും പിരമിഡിൻസും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവും. അഡിനിനും ഗ്വാനിനും പ്യൂരിനും, തൈമിനും സൈറ്റോസിനും പിരമിഡിനുമാണ്. അതിൽ ഏതെങ്കിലും ഒന്നാണ് ഈ ഭാഗത്ത് ഉണ്ടാവുക. ഇവിടെ എന്താ ഉണ്ടാവുക? ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ് ഉണ്ടാവുക. ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകതയാണ് ഞാനിവിടെ പറയുന്നത്. കാരണം ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അത് മനസ്സിലോട്ട് വെച്ചേക്കുക. ഇതാണ് ഒരു DNAയുടെ സ്ട്രക്ചർ. DNAയുടെ സ്ട്രക്ചറിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞ് കിടക്കാം. ഇപ്പം നിങ്ങൾ മനസ്സിലോട്ട് കരുതേണ്ടത് എന്താ? DNAയിൽ ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഫോസ്ഫറസ് മോളിക്യൂൾ ഉണ്ട്. ഇവരെന്താ ചെയ്തെന്നറിയോ? ഇവർ 2 ഇക്കോളൈനെ എടുത്തു. ഇക്കോളൈ എന്ന് വെച്ചാൽ എസ്റീഷ്യ കോളൈ എന്ന് പറയുന്ന ബാക്ടീരിയയാണ്. ഈ ഇക്കോളൈനെ ഇൻഫെക്റ്റ് ചെയ്യുന്നൊരു വൈറസ് ഉണ്ട്. ബാക്ടീരിയോഫേജ് എന്നാണ് പറയുക. ഇതിനെപ്പറ്റി നമ്മളോട് ആരാ പറഞ്ഞിട്ടുള്ളത്? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. RH വിറ്റേക്കറിന് ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പറ്റാണ്ട് പോയ 3 ഐറ്റംസ് ഉണ്ടല്ലോ. വൈറസ്, ലൈക്കൻസ്, വിറോയിഡ്സ്. അതിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ബാക്ടീരിയോഫേജിനെ പറ്റിയിട്ട്. ബാക്ടീരിയോഫേജസ് ആർ വൈറസസ് വിച്ച് അറ്റാക്ക് ബാക്ടീരിയ. സിമ്പിൾ. അപ്പോൾ ഇവരെന്താ ചെയ്തത്? ഇവർ 2 ബാക്ടീരിയോഫേജിനെ എടുത്തു. ഒരു ബാക്ടീരിയോഫേജിനുള്ളിലേക്ക് ഫോസ്ഫറസിനെ കുത്തിവെച്ചു, ഒരു ബാക്ടീരിയോഫേജിനുള്ളിലേക്ക് സൾഫറിനെ കുത്തിവെച്ചു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സൾഫർ എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ DNA-യിൽ ഇല്ല. സൾഫർ പ്രോട്ടീൻ്റെ കോൺസ്റ്റുവൻ്റ് ആണ്.
അതായത് നമ്മൾ അമിനോ ആസിഡ് പഠിക്കുമ്പോൾ പഠിക്കേണ്ടതാണ്, നീറ്റിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ് ആരാന്ന് ചോദിക്കും. സിസ്റ്റീൻ ആൻഡ് മെഥിയോണിൻ ആണ് സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്. ഇതൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നതാണ്. നീറ്റിന് നമ്മളിങ്ങനെ ചാപ്റ്റേഴ്സിനെ കണക്ട് ചെയ്താണ് പഠിക്കേണ്ടത്. ക്ലിയർ ആണോ മക്കളെ? ശ്രദ്ധിക്കാം. അപ്പോൾ എന്താ ചെയ്തത്? സൾഫറിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? സൾഫർ DNA വെച്ച് ബാക്കി എല്ലായിടത്തും പോയി ബൈൻഡ് ചെയ്തു. എവിടെയൊക്കെ പ്രോട്ടീൻ ഉണ്ടോ അവിടെ പോയി ബൈൻഡ് ചെയ്തു. ഫോസ്ഫറസ് DNA മാത്രമേ ഉള്ളൂ. അതെന്താ ചെയ്യുക? DNA പോയി ബൈൻഡ് ചെയ്തു. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു? ഈ ബാക്ടീരിയോഫേജിനെ ഇൻഫെക്റ്റ് ചെയ്യാൻ വിടുകയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്, ഒരു വൈറസ് ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ വൈറസിൻ്റെ ജെനറ്റിക് മെറ്റീരിയൽ മാത്രമേ ഹോസ്റ്റിൻ്റെ ഉള്ളിലോട്ട് കയറി പോവുള്ളൂ. ആ ജെനറ്റിക് മെറ്റീരിയൽ ഒന്നില്ലെങ്കിൽ DNA ആവാം അല്ലെങ്കിൽ RNA ആവാം. രണ്ടും കൂടി ഒരുമിച്ചൊരു വൈറസിൽ വരില്ല കേട്ടോ. DNA ഉള്ള വൈറസിനെ നമ്മൾ അഡിനോ വൈറസ് എന്നും RNA ഉള്ള വൈറസ് നമ്മൾ എന്താ വിളിക്കുക? റിട്രോ വൈറസ് എന്നാണ് വിളിക്കുക. സിമ്പിൾ, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയേ. ഇനി നമ്മൾ ഇതിനെ സെൻട്രിഫ്യൂജ് ചെയ്യാണ്. ഈ ഇൻഫെക്ഷൻ കഴിഞ്ഞിട്ട് ഇതിനെ സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെയാണ് കിട്ടുക? സൂപ്പർനേറ്റൻറ്റിലാണ് നമുക്ക് എന്ത് കിട്ടുക? സൾഫറിൻ്റെ പ്രസൻസ് കിട്ടുക. നേരെ മറിച്ച് ഫോസ്ഫറസ് DNAയുടെ ഭാഗമല്ലേ? ഫോസ്ഫറസ് നേരെ സെല്ലിനുള്ളിൽ പോയിട്ടുണ്ട്. അപ്പോൾ സെൻട്രിഫ്യൂജേഷൻ കഴിയുമ്പോൾ എന്താ കിട്ടുക? സൂപ്പർനേറ്റൻറ്റിൽ നമുക്ക് എന്ത് കിട്ടില്ല? ഒരിക്കലും ഫോസ്ഫറസിൻ്റെ പ്രസൻസ് കിട്ടില്ല. കാരണം DNA കുറച്ചുകൂടി മോളിക്കുലർ വെയിറ്റ് ഉണ്ടല്ലോ. ഇങ്ങനെയാണ് ഇവർ എന്ത് പ്രൂവ് ചെയ്തത്? ഇതാണ് ഫൈനൽ പ്രൂഫ്. അപ്പോൾ നീറ്റ് നമ്മളോട് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഫസ്റ്റ് പ്രൂഫ് ആരാ കൊടുത്തത്? DNA ആണ് ജെനറ്റിക് മെറ്റീരിയൽ എന്ന്. ഫസ്റ്റ് പ്രൂഫ് ആരാ കൊടുത്തത്? ഫ്രെഡറിക് ഗ്രിഫിത്ത്. സെക്കൻഡ് പ്രൂഫ് ആരാ കൊടുത്തത്? അവേറി മെക്ലോഡൻ മെക്കാർത്തി. ഫൈനൽ പ്രൂഫ് ഹെർഷേ ആൻഡ് ചേസ് ആണ്. ഇതാണ് നമുക്ക് പറയാനുള്ള 3 എക്സ്പെരിമെൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ നേരെ പോണത് DNAയുടെ സ്ട്രക്ചറിലേക്കാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു അല്ലേ, DNAക്ക് ഓൾറെഡി നമ്മൾ ഈ സാധനം കണ്ടതാണ്. DNAക്ക് ഒരു പെൻറ്റോ ഷുഗർ ഉണ്ട്, DNAക്ക് ഒരു നൈട്രജൻ ബേസ് ഉണ്ട്. ഈ നൈട്രജൻ ബേസിനെയാണ് നമ്മൾ പ്യൂരിൻസ് ആൻഡ് പിരിമിഡിൻസ് എന്ന് പറയുന്നത്. അഡിനിനും ഗ്വാനിനും പ്യൂരിനും, തൈമിനും സൈറ്റോസിനും പിരിമിഡിനുമാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത നമ്മൾ എന്താ പറയുന്നത്? ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഇനി ഈ ഒരു DNAയുടെ സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രമാണ് ഇത് കഴിഞ്ഞിട്ട് വരുന്ന ബയോടെക്നോളജി പ്രിൻസിപ്പിൾ ആൻഡ് ബയോടെക്നോളജി അപ്ലിക്കേഷൻ ഈ 2 ചാപ്റ്റർ മനസ്സിലാവുള്ളൂ. അവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയൂ? ഈ DNAനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ നമ്മൾക്ക് ആദ്യമായിട്ട് DNAയുടെ ഒരു സ്ട്രക്ചറിനെ ഇല്യൂസിഡേറ്റ് ചെയ്തത് 1953 വാട്സണും ക്രിക്കും കൂടിയിട്ടാണ്. നമുക്ക് BDNA എന്നാണ് പറയുക. യൂക്കാരിയോട്ടിൽ കാണുന്ന DNA നമ്മൾ പറയുക BDNA എന്നാണ് പറയുക. വലത്തോട്ട് ചായ്വുള്ള ഹെലിക്സ് ആണ്, റൈറ്റ് ഹാൻഡഡ് ഡബിൾ ഹെലിക്സ് ആണ്. അപ്പോൾ അത് പറയാനായിട്ട് മുമ്പ് നമുക്ക് ആ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ DNA നമ്മുടെ ബോഡിയിൽ എക്സിസ്റ്റ് ചെയ്യുക ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിലാണ്. ആ ഹെലിക്കലിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് ഇവിടെ ഞാൻ കാണിച്ചു തരാൻ. കണ്ടോ? ഇങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമാണ് പറഞ്ഞത്. ഇതിന് അവർക്ക് നോബൽ പ്രൈസ് കിട്ടി. നിങ്ങൾ ശ്രദ്ധിക്കുക, വെറും 1953 20th സെഞ്ച്വറിയിൽ മാത്രമാണ് നമ്മുടെ ജെനറ്റിക് മെറ്റീരിയലിൻ്റെ സ്ട്രക്ചർ നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ DNA എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് ഡബിൾ ഹെലിക്സ് ആണ്. DNAക്ക് 2 സ്ട്രാൻഡ് ഉണ്ട്. ഇത്ര ഈ 2 സ്ട്രാൻഡിനും ഒരു ഡിറക്ഷനാലിറ്റി ഉണ്ട്. ഒരു സൈഡ് നമ്മൾ എഴുതുക 3' എന്നാണ്. നിങ്ങൾ ചിലപ്പോൾ 3' എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അങ്ങനെ തന്നെ പഠിച്ചോളുക. 3' എന്നും പറയാം, 3' എന്നും പറയാം. ഒരു സൈഡിന് നമ്മൾ 3' എന്നാണ് പറയുക, മറ്റേ സൈഡിന് നമ്മൾ 5' എന്നാണ് പറയുക. ഇനി വാട്സണും ക്രിക്കും പറഞ്ഞ ആദ്യത്തെ പോസ്റ്റുലേറ്റ് DNA എന്ന് പറയുന്നത് ഡബിൾ സ്ട്രാൻഡഡ് ഉള്ള ഒരു ഡബിൾ ഹെലിക്സ് ആണ്. ഇത്ര ഈ ഡബിൾ ഹെലിക്സിൽ ഒരു സ്ട്രാൻഡും മറ്റേ സ്ട്രാൻഡും തമ്മിൽ ആൻറ്റി പാരലൽ എന്നാണ് പറയണത്. അപ്പോൾ ഇതിൻ്റെ ആൻറ്റി പാരലൽ എന്തായിരിക്കും? ഇവിടെ 5' ഇവിടെ 3' അല്ലേ വരിക. ഈ ഒരു ഡയറക്ഷനാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. DNA റിപ്ലിക്കേഷനും DNA ട്രാൻസ്ക്രിപ്ഷനും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഈ ഡിറക്ഷനാലിറ്റി വേണം. ഇനി ഒരു അഡീഷണൽ പോയിന്റ് കൂടി സാർ പറയുകയാണ്. 5' എൻഡിൽ എപ്പോഴും ഉണ്ടാവുക ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്, 3' എൻഡിൽ OH ഗ്രൂപ്പാണ്. DNAയിൽ നമുക്ക് എന്തെങ്കിലും അഡീഷൻ നടത്തണമെങ്കിൽ അത് 3' എൻഡിൽ നടക്കുള്ളൂ. 5' എൻഡിൽ ഫോസ്ഫേറ്റ് ആണ്. അവിടെ 3 ഫോസ്ഫേറ്റ് മോളിക്യൂളുണ്ട്. ഫോസ്ഫേറ്റ് ഹൈ എനർജി മോളിക്യൂളാണ്, അവിടെ തൊടാൻ പറ്റില്ല നമുക്ക്. ഈ DNAക്ക് ഒരു ചാർജ് ഉണ്ട്. ഇത് നമ്മളോട് വാട്സണും ക്രിക്കും പറഞ്ഞതല്ല കേട്ടോ, ഞാൻ അഡീഷണലായിട്ട് പറയാണ്. DNAയുടെ ചാർജ് നെഗറ്റീവാണ്. പഠിച്ചു വെച്ചേക്കുക. ബയോടെക്നോളജിയിൽ നമുക്ക് ആവശ്യം വരുന്നൊരു സാധനമാണ്. ക്ലിയർ ആണോ മക്കളെ? ഇനി ഈ വാട്സണി ക്രിക്കിനി പോസ്റ്റുലേറ്റ്സ് പഠിക്കുമ്പോഴേ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പഠിക്കുന്നൊരു പേരുണ്ട്, ചാർഗാഫ് എന്ന് പറഞ്ഞിട്ടൊരാൾ. അപ്പോൾ അത് വാട്സൻ്റെയും ക്രിക്കിൻ്റെയും പോസ്റ്റുലേറ്റ്സിൻ്റെ ഒപ്പം നമ്മൾ പഠിക്കുക. ചാർഗാഫ് റൂള് അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഈ ചാർഗാഫ് എന്താ പറഞ്ഞതെന്ന് അറിയോ?
രണ്ട് DNA സ്ട്രാൻഡിനെയും ഒരുമിച്ച് നിർത്തുന്നത് ഹൈഡ്രജൻ ബോണ്ടാണ് ഇത്രേ. ആ ഹൈഡ്രജൻ ബോണ്ട് എവിടെയാണ് ഉണ്ടാവുമെന്ന് അറിയോ? ഒരു പ്യൂരിൻ്റെയും ഒരു പിരമിഡിൻ്റെയും ഇടയ്ക്ക്. അപ്പോൾ സാർ ഓൾറെഡി പറഞ്ഞു അഡിനിനും ഗ്വാനിനും പ്യൂരിനാണ്, തൈമിനും സൈറ്റോസിനും പിരമിഡിനാണ്. അപ്പോൾ ചാർഗാഫ് നമ്മളോട് ഒന്ന് പറയാണ് ഈ ഡബിൾ സ്ട്രാൻഡ് ഇത് വെറുതെ ഇങ്ങനെ നിന്നാൽ വീണ് പോവില്ലേ? ഈ വെറുതെ നിൽക്കുന്നതിനും പകരം ഇവരെ തമ്മിൽ ബോണ്ട് ഇരിക്കുന്നത് എന്താ? ഈ ഹൈഡ്രജൻ ബോണ്ടാണ്. അഡിനിൻ്റെയും തൈമിൻ്റെയും ഇടയ്ക്ക് 2 ഹൈഡ്രജൻ ബോണ്ടും ഗ്വാനിൻ്റെയും സൈറ്റോസിൻ്റെ ഇടയ്ക്ക് 3 ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഈ ബോണ്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്ലിക്കേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ബോണ്ടിങ്. അപ്പോൾ ആദ്യം പറഞ്ഞ വാട്സൻ്റെ പോസ്റ്റുലേറ്റ് എന്താണ്? 2 സ്ട്രാൻഡ് ഒരു DNA എന്ന് പറയുന്നത് ഒരു ഡബിൾ സ്ട്രാൻഡ് ഡബിൾ ഹെലിക്സ് ആണെന്നാണ് പറഞ്ഞത്. അത് വലത്തോട്ടാണ് ചെയ്വ്, റൈറ്റ് ഹാൻഡ് ഡബിൾ ഹെലിക്സ് ആണ്. രണ്ടാമത്തെ പറഞ്ഞത് സ്ട്രാൻഡിന് ഒരു ഡിറക്ഷനാലിറ്റി ഉണ്ട് ഇത്രേ, 2 ആൻറ്റി പാരലലാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ നമ്മൾ പറയണത് ചാർഗാഫ് എന്ന് പറയുന്ന ഒരാളുടെ റൂളാണ്. ഈ 3 പോസ്റ്റുലേറ്റ്സും മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. ചാർഗാഫ് നമ്മളോട് എന്താ പറയുന്നത്? ഈ 2 സ്ട്രാൻഡിനെയും സ്റ്റെബിലൈസ് ചെയ്യുന്നത് പ്യൂരിൻ്റെയും പിരമിഡിൻ്റെയും ബോണ്ടിങ് എന്നാണ് പറയുന്നത്. ഒരു പ്യൂരിൻ എപ്പോഴും ഒരു പിരമിഡിനായിട്ട് ബേസ് പെയർ ചെയ്യുള്ളൂ. അപ്പോൾ അഡിനിൻ പ്യൂരിനാണ്. അഡിനിൻ ഓൾവേസ് കമ്പൈൻസ് വിത്ത് തൈമിൻ, ഗ്വാനിൻ ഓൾവേസ് കമ്പൈൻ വിത്ത് സൈറ്റോസിൻ. അഡിനിൻ്റെയും തൈമിൻ്റെ ഇടയ്ക്ക് 2 ഹൈഡ്രജൻ ബോണ്ട്, ഗ്വാനിൻ്റെയും സൈറ്റോസിൻ്റെ ഇടയ്ക്ക് 3 ഹൈഡ്രജൻ ബോണ്ട്. സിമ്പിൾ അല്ലേ? ഈ കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് റിപ്ലിക്കേഷൻ പെട്ടെന്ന് പഠിക്കാൻ പറ്റും കേട്ടോ. അതാണ് നമ്മളിനി അടുത്ത് പറയാൻ പോകുന്ന റിപ്ലിക്കേഷൻ. അപ്പോൾ ഇനി നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് DNA റിപ്ലിക്കേഷനാണ്. മക്കളെ DNA റിപ്ലിക്കേഷൻ വളരെ സിമ്പിളാണ്. അതായത് ഒരു DNAന്ന് DNAയുടെ കുട്ടി ഉണ്ടാവും, അതാണ് റിപ്ലിക്കേഷൻ. നമ്മുടെ ബോഡിയിലെ ജെനറ്റിക് മെറ്റീരിയലിന് ഒരു ഫംഗ്ഷനും കൂടി ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുക സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി എന്നാണ് വിളിക്കുക. ഫ്രാൻസിസ് ക്രിക്കാണ് നമ്മളോട് പറഞ്ഞത് നമ്മുടെ ബോഡിയിൽ ഒരു സെൻട്രൽ ഡോഗ്മ ഉണ്ടെന്ന്. നമ്മുടെ ബോഡിയിൽ DNA റിപ്ലിക്കേറ്റ് ചെയ്യും, അതായത് DNAയുടെ കുട്ടികൾ ഉണ്ടാക്കും. ആ കുട്ടികൾ mRNA ആയിട്ട് മാറും, ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് വെച്ചിട്ട്. അത് നമ്മുടെ ബോഡിയിൽ പ്രോട്ടീനായിട്ട് മാറും. അപ്പോൾ DNAയുടെ പ്രോട്ടീനായിട്ട് മാറുന്ന ഭാഗം എന്താ? ജീനാണ്. അപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്നത് DNA എങ്ങനെയാണ് അതിൻ്റെ കുട്ടികൾ ഉണ്ടാക്കാമെന്നാണ്. അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സെഷൻ സ്റ്റോപ്പ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. അപ്പോൾ DNA റിപ്ലിക്കേഷനെ പറ്റി നിങ്ങൾ പഠിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ. സാർ അത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാൻ നോക്കുക. DNA റിപ്ലിക്കേഷനെ നമ്മൾ വിളിക്കുക സെമി കൺസർവേറ്റീവ് മെത്തേഡ് ഓഫ് റിപ്ലിക്കേഷൻ എന്നാണ്. അത് നമ്മളോട് പറഞ്ഞത് വാട്സനും ക്രിക്കുമാണ്. അതായത് ഈ ഒരു സ്ട്രാൻഡ് നോക്കുക മക്കളെ, ഈ ഒറ്റ കൺസെപ്റ്റ് വെച്ച് നമുക്കിത് പറയാം. ഞാൻ സാർ ഇവിടെ ഡിറക്ഷനാലിറ്റി എഴുതാണ് കേട്ടോ. അതിൻ്റെ ഇവിടെ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? 5' to 3' ആയിരിക്കും. ഇനി ഞാനൊരു കളർ മാറ്റുകയാണ്, ഞാനൊരു ഗ്രീൻ കളർ എടുക്കുകയാണ്. ഈ സ്ട്രാൻഡിൽ നിന്ന് ഒരു പുതിയ കുട്ടി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ട ഒരു ബേസ് കിടക്കുന്നത്. ഇതിൽ നിന്നൊരു സ്ട്രാൻഡ് ഉണ്ടാകുമ്പോൾ ഇത് രണ്ടും ആൻറ്റി പാരലൽ ആവണ്ടേ? ഇതിൽ നിന്ന് എന്തുണ്ടാവും? ഇതിൽ നിന്ന് വേറൊരു സ്ട്രാൻഡ് ഉണ്ടാവും. അപ്പോൾ എന്താവും? ഇത് ആൻറ്റി പാരലൽ ആവണ്ടേ? ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെമി കൺസർവേറ്റീവ് മെത്തേഡ് ഓഫ് റിപ്ലിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഈ 2 സ്ട്രാൻഡുള്ള DNA ഉണ്ടല്ലോ, ഇങ്ങനെ വിടരും. ഇതിൽ നിന്ന് ഒരാൾ, ഇത്രയേ ഉള്ളൂ. നമുക്ക് കൈ വെച്ച് തന്നെ പഠിക്കാവുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ആണ്. ഇത് എന്താ ചെയ്യുക? അൺവൈഡൻ ചെയ്യും. എന്നിട്ട് എന്താ ഉണ്ടാവുക? ഇതിൽ നിന്ന് ഒരു കുട്ടി. ഈ 2 കുട്ടികളും ഇതിൻ്റെ ആൻറ്റി പാരലൽ. അതായത് നിങ്ങളെവിടെ 2 സ്ട്രാൻഡ് DNA എഴുതുന്നോ അതിൻ്റെ ഡിറക്ഷനാലിറ്റി നേരെ തിരിച്ചായിരിക്കും, ആൻറ്റി പാരലലായിരിക്കും. ഇത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി, അത്രമാത്രം നിങ്ങൾ ആലോചിക്കേണ്ടൂ. ഇതാണ് സെമി കൺസർവേറ്റീവ് മെത്തേഡ് ഓഫ് DNA റിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഞാനൊരു ഡയഗ്രത്തിലേക്ക് വരയ്ക്കുകയാണ്. ഞാൻ നേരത്തെ കൈ ഇങ്ങനെ വിടർത്തിയില്ലേ? ആ ഇങ്ങനെ വിടർത്തിയ കൈ ഞാൻ ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ വിടർത്തുകയാണ്. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ബോഡിയിൽ നടക്കുന്നൊരു കാര്യമാണ് മക്കളെ, DNA ഡബിൾ ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ബോഡിയിൽ ഈ DNA ഇങ്ങനെ വലിച്ചു മാറ്റാനായിട്ട് JCB പോലത്തെ ആൾക്കാരൊന്നുമില്ല, ഉണ്ടോ? നമുക്ക് വല്ല 2 കമ്പിയൊക്കെ ആണെങ്കിൽ നമുക്ക് 2 പ്ലെയർ വെച്ച് മാറ്റാമായിരുന്നു. ഇവിടെ നമുക്ക് മാറ്റാനായിട്ട് പ്ലെയറോ ഇത്യാദി കാര്യങ്ങളോ ഇങ്ങനത്തെ ഒരു സാധനവും നമുക്കില്ല. ഇവിടെ നമുക്ക് ആരാ ഹെൽപ്പ് ചെയ്യാന്നറിയൂ? ഇവിടെ നമുക്ക് കുറേ എൻസൈമുകളുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് DNA റിപ്ലിക്കേഷന് 3 സ്റ്റേജ് ഉണ്ട് മക്കളെ. ഇനീസിയേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. നിങ്ങൾക്ക് പഠിക്കാനില്ല, നിങ്ങളോട് പറഞ്ഞിട്ടുമില്ല, ടെർമിനേഷൻ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രോക്യാരിയോട്ടും യൂക്യാരിയോട്ടും തമ്മിൽ DNA റിപ്ലിക്കേഷനിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അത് ഹയർ ക്ലാസ്സിൽ പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പോൾ നമ്മളിതെല്ലാം ഏകദേശം ഒരേപോലെയാണ്, ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക,
ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA അൺവൈഡൻ ചെയ്യണം. ഈ അൺവൈഡൻ ചെയ്യുന്ന വരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളതിനെ പ്രൈമറി അല്ലെങ്കിൽ ഇനീസിയേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? റിപ്ലിക്കേഷൻ നടക്കണമെങ്കിൽ ഇതിങ്ങനെ അൺവൈഡൻ ചെയ്യണം. ഈ അൺവൈഡൻ ചെയ്തിട്ട് ആരാ ഉള്ളത്? നമുക്കൊരു സെറ്റ് ഓഫ് എൻസൈം ഉണ്ട്. DNA ഹെലിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞില്ലേ? ഹെലിക്കൽ സ്ട്രക്ചറുള്ള DNA അൺവൈഡൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെ ഹെലിക്കേസ് എന്ന് പറയുന്നൊരു എൻസൈമാണ്. അപ്പോൾ ഈ ഹെലിക്കേസ് എന്ന് പറയുന്ന എൻസൈം ഇനീസിയേഷൻ സ്റ്റേജാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പം നമ്മുടെ അടുത്ത് എന്തുണ്ട്? ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടൊരു DNA ഇങ്ങനെ പിണഞ്ഞ് കിടക്കുകയാണ് അല്ലേ? ഇങ്ങനെയാണ് DNA കിടക്കുക. ഇതിനെ നമ്മൾ എന്താ ചെയ്യാന്നറിയോ? രണ്ട് എൻഡിലും പിടിച്ചിട്ട് നമ്മൾ റിബണൊക്കെ നമ്മൾ മെടയില്ലേ? ആ റിബണെ അഴിക്കുന്ന പോലെ നമ്മൾ അഴിക്കും. ആ റിബണെ അഴിക്കുന്ന പോലെ DNA അഴിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ആര്? ഹെലിക്കേസ് എന്ന് പറയുന്നൊരു എൻസൈം. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മക്കളെ, നമ്മളൊരു റിബൺ അൺവൈഡൻ ചെയ്യുമ്പോഴേ ആ റിബണിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ താഴെ നിന്ന് ഇങ്ങനെ അൺവൈഡൻ ചെയ്ത് വരികയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടുതൽ കോയിൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഉണ്ട്. അങ്ങനെ കോയിൽ ചെയ്യുമ്പോഴേ ഈ DNA പൊട്ടിപ്പോവാൻ ചാൻസ് ഇല്ലേ? അപ്പോൾ അവിടെ നല്ല ടെൻഷൻ വരും. ആ ടെൻഷനെ റിലീവ് ചെയ്യാനായിട്ട് ഇവിടെ നമുക്കൊരു എൻസൈം ഉണ്ട്, ഗൈറേസ്. ഇയാളെ വേറൊരു പേരോട് വിളിക്കും കേട്ടോ. ഇയാളെ വിളിക്കുന്ന വേറൊരു പേരാണ് ടോപ്പോ ഐസോമെറേസ്. അപ്പോൾ ഞാനിത് പഠിക്കാനൊരു ഷോർട്ട് കട്ട് പറയാറുണ്ട്. ടോപ്പിലെ ടെൻഷൻ റിലീവ് ചെയ്യുന്ന ആള് ടോപ്പോ ഐസോമെറേസ്. ശരിയല്ലേ? ഇങ്ങനെ നിങ്ങൾ അൺവൈഡൻ ചെയ്ത് വരുമ്പോൾ മുകളിലൊരു ടെൻഷൻ ഉണ്ടാവില്ലേ? ശരിയാണോ? ആ മുകളിൽ ടെൻഷൻ റിലീവ് ചെയ്യുന്ന ആളാരാ? ടോപ്പോ ഐസോമെറേസ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ DNA അൺവൈഡൻ ചെയ്തു അല്ലേ? ഇനി മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്കൊരു DNA സിന്തസൈസ് ചെയ്യണം. അതല്ലേ നമ്മുടെ ഉദ്ദേശം? ശ്രദ്ധിക്കുക. അപ്പോൾ ഈ DNA അൺവൈഡൻ ചെയ്ത് കഴിഞ്ഞാൽ DNA സിന്തസൈസ് ചെയ്യുന്ന എൻസൈമുകളെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണെന്നറിയോ? DNA സിന്തസൈസ് ചെയ്യുന്ന എൻസൈമിനെ നമ്മൾ വിളിക്കുന്ന പേര് DNA പോളിമറൈസ് എന്നാണ് വിളിക്കുക. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ ആദ്യമായിട്ട് DNA പോളിമറൈസ് കണ്ടുപിടിച്ചത് ബാക്ടീരിയയിലാണ്. ആദ്യമായിട്ട് കണ്ടുപിടിച്ച പോളിമറൈസ് DNA പോളിമറൈസ് 1 ആയിരുന്നു. അന്ന് കാലത്ത് നമ്മൾ വിചാരിച്ചു DNA പോളിമറൈസ് 1 ആണ് ബാക്ടീരിയയിൽ DNA റിപ്ലിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം എന്നുള്ളത്. പിന്നെ നമ്മൾ മനസ്സിലാക്കി DNA പോളിമറൈസ് അല്ല. അതിനുശേഷം DNA പോളിമറൈസ് 2 വന്നു. പിന്നെ DNA പോളിമറൈസ് 3 വന്നു. DNA പോളിമറൈസ് 3 ആണ് ബാക്ടീരിയയിലെ മേജർ റിപ്ലിക്കേറ്റീവ് എൻസൈം. ഒരു അഡീഷണൽ പോയിന്റ് ആണ്, ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല. നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും അഡീഷണലാണ്, ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഹയർ ലെവലിൽ പ്രിപ്പയർ ചെയ്യണം നീറ്റിന് വേണ്ടിയിട്ട് അല്ലേ? ശ്രദ്ധിക്കാം. ഇനി നമ്മൾ യൂക്യാരിയോട്ട് എടുക്കുകയാണെങ്കിൽ യൂക്യാരിയോട്ടിൽ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ ഇങ്ങനെ 5 പോളിമറൈസ് ഉണ്ട്. ഇതിൽ ആൽഫയാണ് റിപ്ലിക്കേറ്റീവ് എൻസൈം. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ DNA പോളിമറൈസ് എന്ന് പഠിച്ചാൽ മതി. ഇനി നമ്മളോട് ടഫ് ലെവൽ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ പറയാം DNA പോളിമറൈസ് 1, 2, 3 പ്രോക്യാരിയോട്ടിലെ 3 ആണ് മേജർ റിപ്ലിക്കേറ്റീവ് എൻസൈം. യൂക്യാരിയോട്ടിലാണെങ്കിലോ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ ആൽഫയാണ് മേജർ റിപ്ലിക്കേറ്റീവ് എൻസൈം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കൾക്ക്? ക്രിസ്റ്റൽ ക്ലിയർ. അപ്പോൾ ഈ DNA പോളിമറൈസ് ഇനീസിയേഷൻ്റെ സമയത്ത് ഇവിടെ വന്ന് നോക്കും അൺവൈഡൻ ചെയ്യുമ്പോൾ. നിങ്ങൾ നോക്കിയേ മക്കളെ, വന്ന് നോക്കണമെങ്കിൽ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിന് ഇരിക്കാനൊരു സ്ഥലം വേണ്ടേ? ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഇരിക്കാൻ സ്ഥലം കൊടുക്കുന്നത് പ്രൈമേസ് എന്ന് പറയുന്നൊരു എൻസൈമാണ്. അയാൾ എന്താ ചെയ്യാന്നറിയോ? ഒരു RNA പ്രൈമറിന് ഇവിടെ കൊണ്ടുവയ്ക്കും. കണ്ടോ, ഇതൊരു RNA പ്രൈമറാണ്. അതായത് നിങ്ങൾക്കൊരു DNA നമ്മുടെ ബോഡിയിൽ ഒരു DNA സിന്തസൈസ് ചെയ്യണമെങ്കിലേ DNAയുടെ അനിയനായിട്ടുള്ള RNAയുടെ എന്ത് വേണം? ഹെൽപ്പ് വേണം. DNAയും RNAയും തമ്മിൽ മേജറായിട്ടുള്ള 2 വ്യത്യാസമുള്ളത്. ഒന്ന്, DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, RNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. DNA തൈമിനുണ്ട്, RNA തൈമിന് പകരം യുറാസിൽ എന്ന് പറയുന്ന ഒരു മോളിക്യൂളാണ്. RNA ലെസ് സ്റ്റേബിൾ ആണ്, DNA സ്റ്റേബിൾ ആണ്. ഈ DNAയുടെ സ്റ്റെബിലിറ്റിയുടെ ഒരു കാര്യം നമ്മളിനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിക്കുക. അപ്പോൾ പ്രൈമേസ് എന്ന് പറയുന്ന ഒരു എൻസൈം എന്താ ചെയ്യുക? RNA പ്രൈമറിനെ കൊണ്ടുവയ്ക്കും. ഇത് കാണുമ്പോൾ പോളിമറൈസിന് സന്തോഷമായി. പോളിമറൈസ് എന്താ ചെയ്യുക? ഹായ്, ഞാൻ വന്നിരിക്കുകയാണെന്ന് പറയും. വന്നിരുന്നു, പോളിമറൈസ് വന്നിരുന്നു കേട്ടോ. ഇതോടുകൂടി നമ്മുടെ ഇനീസിയേഷൻ സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനീസിയേഷൻ എന്താ പറഞ്ഞത്? ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA നമ്മൾ ഇങ്ങനെ അൺവൈഡൻ ചെയ്യും. ഈ അൺവൈഡൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം നമ്മളെ ഹെലിക്കേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. അപ്പോൾ താഴ്ന്ന് നമ്മളിങ്ങനെ അൺവൈഡൻ ചെയ്ത് വരുമ്പോൾ എന്താ ഉണ്ടാവുക? മുകളിൽ ടെൻഷൻ ഫീൽ ചെയ്യും. ഈ ടെൻഷനെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആരാല? ടോപ്പിലെ ടെൻഷൻ റിമൂവ് ചെയ്യുന്ന ആൾ ടോപ്പോ ഐസോമറൈസ്. അയാളെ വിളിക്കുന്ന വേറെ പേരാണ് ഗൈറേസ്. ഈ അൺവൈഡൻ ചെയ്യുന്ന കാണുമ്പോൾ DNA പോളിമറൈസ് വരും, ഹായ് എന്ന് പറഞ്ഞിട്ട് വരും. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ എന്താ ഉണ്ടാവുക? പോളിമറൈസിന് ഇരിക്കാൻ ഒരു സ്ഥലം ഉണ്ടോ? ഇല്ല. അപ്പം എന്തുണ്ടാവും? ഇവിടെ
ഒരു പ്രൈമർ വെക്കണം. RNA പ്രൈമറിനെ പ്രൈമേഴ്സ് കൊണ്ടുവയ്ക്കും അല്ലേ. ഇനി സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇലോങ്ങേഷൻ സ്റ്റെപ്പ് എന്നാ പറയാം. അപ്പോൾ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുക, ഞാൻ പറഞ്ഞു DNA നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിലും DNA എന്തെങ്കിലും സിന്തസൈസ് ചെയ്യണമെങ്കിലും 3' എൻഡാണ്. നിങ്ങൾ ശരിക്കും നോക്കിയാൽ ഇത് 5' ഇങ്ങനെ പോകുമ്പോൾ ഇത് 3'. 3' എന്നാണ് സാറ് വിളിക്കണത് കേട്ടോ. 3' എന്ന് വിളിക്കുന്നുണ്ട്, 3' എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടുന്നാണ് സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുക. DNA പോളിമറേസ് ഇവിടുന്നാണ് സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി എന്താണ് സിന്തസിസ് മക്കളെ? ഇതിലെന്താ ഉണ്ടാവുക? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അപ്പോൾ DNA പോളിമറേസ് എന്താ ചെയ്യുക? ഇവിടെ അഡിനിൻ ആണെങ്കിൽ ഇവിടെ തൈമിൻ, തൈമിൻ ആണെങ്കിൽ അഡിനിൻ, ഗ്വാനിൻ ആണെങ്കിൽ സൈറ്റോസിൻ. ഇങ്ങനെയല്ലേ 2 സ്ട്രാൻഡ് ഉണ്ടാവുക. ഓൾറെഡി നമ്മളോട് ചാർഗാഫ് പറഞ്ഞില്ലേ, 2 സ്ട്രാൻഡ് ഉണ്ടാവുമ്പോൾ ബേസ് പെയറിങ് നടക്കാന്നുള്ളത്. DNA പോളിമറേസ് അതല്ലേ ചെയ്യുക, ഇങ്ങനെ ബേസ് പെയർ ചെയ്ത് കൊണ്ടുപോവുക ചെയ്യുക. ഇതിൻ്റെ എക്സാക്റ്റ് കോപ്പിയാണ് ഉണ്ടാക്കുക. ക്ലിയർ ആണോ മക്കളെ? അതാണ് നമ്മുടെ സിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സിന്തസിസ് 3' എൻഡിൽ നടക്കുക. അപ്പോൾ ഉണ്ടാവുന്ന ഈ സ്ട്രാൻഡ് ഡയറക്ഷനാലിറ്റി എന്താ? 5' to 3' ആവില്ലേ? ഇത് 3' ആണെങ്കിൽ ഉണ്ടാവുന്ന സ്ട്രാൻഡ് എന്താ? ആൻറ്റി പാരലൽ ടു ഈച്ച് അതർ. നേരത്തെ സാറ് പറഞ്ഞില്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ഈ കൺസെപ്റ്റ്. ഈ മൈന്യൂട്ടായിട്ടുള്ള പോയിന്റ് നമ്മൾ വിട്ടുപോയാൽ നീറ്റിൽ 4 മാർക്ക് പോകും. ഈ ഒരു ഡയഗ്രാം നീറ്റ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ഡയഗ്രാമാണ് മാർക്ക് ചെയ്യാനായിട്ട്. ഇതിൽ നിന്ന് വരുന്ന 2 ക്വസ്റ്റ്യൻ കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു സ്ട്രാൻഡ് ഒരു പ്രൈമർ വെച്ചിട്ട് ഒറ്റ സ്ട്രെച്ചിൽ സിന്തസൈസ് ചെയ്യും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? കണ്ടിന്യൂസ് സ്ട്രാൻഡ് എന്നാണ് വിളിക്കുക. കണ്ടിന്യൂസ് സ്ട്രാൻഡ് അല്ലെങ്കിൽ അയാളെ വിളിക്കുന്ന വേറൊരു പേരുണ്ട്, അയാൾക്കൊരു ഇരട്ട പേരുണ്ട്, ലീഡിങ് സ്ട്രാൻഡ് എന്നാണ് വിളിക്കുക. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു സ്ട്രാൻഡ് നിങ്ങൾ കണ്ടോ? ഇവിടെ 3' ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ കുറേ RNA പ്രൈമർ വേണം. ഒരു RNA പ്രൈമർ വെക്കും, ഒരു ചെറിയ പീസ് സിന്തസൈസ് ചെയ്യും. ഭയങ്കര മടിയനാണ് ഈ സ്ട്രാൻഡ്. വീണ്ടും അടുത്ത RNA പ്രൈമറിനെ വെക്കണം, വീണ്ടും ഒരു പീസായിട്ട് സിന്തസൈസ് ചെയ്യും. അപ്പോൾ ഈ സ്ട്രാൻഡിനെ നമ്മൾ വിളിക്കുന്ന പേര് ലാഗിങ് സ്ട്രാൻഡ് അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് എന്ന് വിളിക്കുക. ശ്രദ്ധിക്കുക, മുകളിലെ സ്ട്രാൻഡ് ഒരു RNA പ്രൈമർ വെച്ചിട്ട് ഒറ്റയടിക്ക് സിന്തസൈസ് ചെയ്യും. അതിന് നമ്മൾ എന്താ വിളിക്കുക? ലീഡിങ് സ്ട്രാൻഡ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് സ്ട്രാൻഡ്. തൊട്ട് താഴെയുള്ള സ്ട്രാൻഡ് ഒരുപാട് RNA പ്രൈമർ വെച്ചിട്ട് കുഞ്ഞി പീസായിട്ട് സിന്തസൈസ് ചെയ്യും. അതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് അല്ലെങ്കിൽ ലാഗിങ് സ്ട്രാൻഡ് എന്ന് വിളിക്കുക. ഇനി ഈ ലാഗിങ് സ്ട്രാൻഡിലെ ഈ ഓരോ കുഞ്ഞിയെ പീസിനെയും വിളിക്കുന്ന പേര് ഒക്കാസാക്കി ഫ്രാഗ്മെൻ്റ് എന്നാണ്. ഈ പേരെന്താ നിങ്ങൾ സംശയിക്കേണ്ട, ഇത് കണ്ടുപിടിച്ചതേ ജാപ്പനീസ് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഒക്കാസാക്കിയാണ്. അയാൾ കണ്ടുപിടിച്ചു, അപ്പോൾ അയാളുടെ പേരല്ലേ ഇടുള്ളൂ. ഞാൻ കണ്ടുപിടിച്ച എൻ്റെ പേരല്ലേ ഇടുള്ളൂ, കാരണം എനിക്ക് ഫേമസ് ആണെന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെ അയാളും അതന്നെ ചെയ്തു. അപ്പോൾ എന്തുണ്ടായത്? ഒക്കാസാക്കി ഫ്രാഗ്മെൻ്റ് ആയിട്ട് മാറി. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേര് ഒക്കാസാക്കി ഫ്രാഗ്മെൻ്റ് എന്നാണ്. അപ്പോൾ നീറ്റ് ചോദിക്കുന്ന ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, ശ്രദ്ധിക്കുക. ഇതിൽ ലീഡിങ് സ്ട്രാൻഡ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ ഒരു കുഞ്ഞി പോയിന്റ് പറയാൻ വിട്ടുപോയതല്ല, ഇപ്പോൾ പറയേണ്ട സമയം ഇപ്പോൾ ആയിട്ടേ ഉള്ളൂ. നിങ്ങൾ ഈ DNA 2 സൈഡിൽ നിന്ന് ഇങ്ങനെ അൺവൈഡൻ ചെയ്യുമ്പോഴേ ഇത് നിങ്ങൾക്ക് എന്ത് കാണാം? ഒരു ഫോർക്ക് പോലെ തോന്നുന്നില്ലേ? ഇവിടെ എന്തായാലും ടെൻഷനെ റിലീവ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഫോർക്ക് പോലെ തോന്നുന്നില്ലേ മക്കളെ? അതിനെ വിളിക്കുന്ന പേരാണ് റിപ്ലിക്കേഷൻ ഫോർക്ക്. ഇങ്ങനെയാണ് ഞാൻ സിന്തസിസ് പറഞ്ഞല്ലേ, ഇങ്ങനെ തോന്നുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫോർക്ക് പോലെ തോന്നുന്നില്ലേ? ഇതിനെ നമ്മൾ പറയാം റിപ്ലിക്കേഷൻ ഫോർക്ക് എന്നാണ്. ഈ DNA അൺവൈഡൻ ചെയ്തിട്ട് റിപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് റിപ്ലിക്കേഷൻ ഫോർക്ക് എന്നാണ് വിളിക്കുക. അപ്പോൾ നീറ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ലീഡിങ് സ്ട്രാൻഡ് എങ്ങനെയാണ് സിന്തസൈസ് ചെയ്യുക? നീറ്റ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ, 3-4 തവണ ചോദിച്ചിട്ടുണ്ട്. ലീഡിങ് സ്ട്രാൻഡിൻ്റെ സിന്തസിസ് ടുവേർഡ്സ് ദ റിപ്ലിക്കേഷൻ ഫോർക്കാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ അല്ലേ, ലീഡിങ് സ്ട്രാൻഡ് റിപ്ലിക്കേഷൻ ഫോർക്കിനോട് ചേർന്നിട്ടാണ് സിന്തസൈസ് ചെയ്യുന്നത്. ലാഗിങ് സ്ട്രാൻഡോ എവേ ഫ്രം ദ റിപ്ലിക്കേഷൻ ഫോർക്കാണ്. ഈ ഒരു ഡയഗ്രം ഈ ഒരു ക്വസ്റ്റിനും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. ഇതിന് വേറൊരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. DNA കൺസർവേഷൻ അല്ല, DNA റിപ്ലിക്കേഷൻ എന്ത് ടൈപ്പ് റിപ്ലിക്കേഷനാണ്? DNA റിപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ്, സെമി ഡിസ്കണ്ടിന്യൂസ് ആണ്. ഒരു സ്ട്രാൻഡ് കണ്ടിന്യൂസും ഒരു സ്ട്രാൻഡ് ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പോൾ DNA കൺസർവേഷൻ എന്ന് പറയുന്നത് ഒരു സെമി കൺസർവേറ്റീവ്, സെമി ഡിസ്കണ്ടിന്യൂസ് റിപ്ലിക്കേഷൻ ആണ്. അങ്ങനെ ഈ സ്ട്രാൻഡ് ലാഗിങ് സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്ത് കഴിയുമ്പോൾ എന്തുണ്ടാവുമെന്നറിയോ? നമുക്കൊരു എൻസൈം ഉണ്ട്, DNA ലൈഗേസ് എന്നാണ് വിളിക്കുക. അവരെ നമ്മൾ ബയോടെക്നോളജിയിൽ വൃത്തിയായിട്ട് പഠിക്കും, മോളിക്കുലാർ സീലേസ് എന്നാണ് വിളിക്കുക. അവർ വന്നിട്ട് ഈ ഗ്യാപ്പിനെ ഫിൽ ചെയ്ത് എന്താ ചെയ്യുക? നല്ലൊരു കുട്ടപ്പനായിട്ടുള്ള സ്ട്രാൻഡാക്കി മാറ്റും. അപ്പോൾ ലിറ്ററലി എന്താ ഉണ്ടാവുന്നത് മക്കളെ? ലിറ്ററലി എന്താ ഉണ്ടാവുന്നത്? 2 സ്ട്രാൻഡുള്ള DNA ഇതിൽ നിന്ന് ഒരു സ്ട്രാൻഡ് കൊണ്ടായി
പിന്നെ എന്താണ്ടായത് ഇതിൽ നിന്നൊരു സ്ട്രാൻഡും ഉണ്ടായി. ഇതിനാണ് നമ്മൾ എന്ത് പറയുക, DNA ഡബിൾ ചെയ്തു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിപ്ലിക്കേഷൻ. കേട്ടോ, നമ്മുടെ ബോഡിയിൽ ഒരു സെൻട്രൽ ഡോഗ്മ വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രാൻസിസ് ക്രിക്ക് പറഞ്ഞിട്ടുള്ള അതേ സെൻട്രൽ ഡോഗ്മ. DNA mRNA ആവും, mRNA പ്രോട്ടീൻ ആവും. ഇനി നമ്മൾ അടുത്തൊരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫിനോമിനനാണ് കേട്ടോ. ഇനി നമുക്ക് ഈ DNA റിപ്ലിക്കേഷൻ്റെ ഒരു കുഞ്ഞു വീഡിയോ നമുക്ക് കണ്ടാലോ? അത് നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിക്കാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു സോ മച്ച്.